നാടകത്തിലെ അരങ്ങത്തും അണിയറയിലും പ്രവർത്തിച്ചവർ. അരങ്ങത്ത് ശ്രീദേവി ആൻട്രീസ, നസീർ സ്റ്റീവ് മാത്യു, അച്ഛൻ ക്രിസ് ജോഷി, അമ്മ ബെല്ല ജോസ്, ഡോക്ടർ ഐവിൻ ജെയിംസ്, നഴ്സ് ആൻഡ് മേരി ജോയ്, മെയിൽ ടീച്ചർ കെവിൻ ജോഷി, ഫീമെയിൽ ടീച്ചർ സാന്ദ്ര ജോർജ്, പേഷ്യൻസ് സ്റ്റെബിൻ സജി ആൻഡ് ആൽവിൻ ആക്സിലി, സെക്യൂരിറ്റി ആഷിഷ് ആക്സിലി. അണിയറയിൽ ഷാൻഡി സജി, ലൈസി ജെയിംസ്, ഷൈനി ആക്സിലി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിളി. ശബ്ദം നൽകിയത് ആൽവിൻ ആക്സിലി ആൻഡ് വിനോദ് ജോസഫ് തൃശൂർ. ഞങ്ങൾ ആരംഭിക്കുന്നു. മിസ്ഡ് കോൾ. പ്രിയമുള്ളവരെ, 2012 ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകിയിട്ടാണ് നമ്മെ വിട്ടുപോയത്. നമ്മുടെ പെൺകുട്ടികൾ ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഏതിനെയും ദുരുപയോഗം ചെയ്യാൻ മാത്രം പഠിക്കുന്നവരായി മനുഷ്യർ മാറിയിരിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ അറിഞ്ഞോ അറിയാതെയോ ചെന്നു ചാടുന്ന ചതിക്കുഴികൾ പലതാണ്. അതിലൊന്നാണ് വാർത്താവിനിമയ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച മൊബൈൽ ഫോൺ എന്ന കുഞ്ഞിക്കൂനൻ. മധുര ഭാഷണത്തിലൂടെ മനം മയക്കുന്ന മൊബൈൽ വീരന്മാർ തലങ്ങും വിലങ്ങും വിലസുന്ന ഈ കലിയുഗത്തിൽ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ശ്രദ്ധയെ അല്പസമയത്തേക്ക് വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ മിസ്ഡ് കോൾ. മാന്യമഹാജനങ്ങളെ, ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളമെന്ന് അഭിമാനിക്കുന്ന കേരളീയരായ നാം ഇന്നെത്തി നിൽക്കുന്ന അവസ്ഥ വളരെ ഭീകരമാണ്. ദിനം പ്രതി നാം കേൾക്കുന്ന വാർത്തകൾ നമ്മെ ലജ്ജിപ്പിക്കുന്നതോടൊപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ കേരളം വിട്ട് നാം മുന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് ഞാൻ പറയേണ്ടത്? പറഞ്ഞ പോലെ എന്താ ഞാൻ പറയണ്ടേ? ഇന്ന് രാവിലെ കഴിച്ചത് ചപ്പാത്തി, ഉച്ചയ്ക്ക് മിക്കവാറും കഞ്ഞിയായിരിക്കും. അയ്യോ, നാളെയാണല്ലോ പ്രധാനമന്ത്രിയോടുള്ള കൂടിക്കാഴ്ച. അപ്പൊ പള്ളിയിൽ ആര് പോവും? തൊമ്മച്ചന്റെ മോളുടെ കല്യാണത്തിനെപ്പോ പോവും? എന്താണേലും മമ്മി തല്ലാതിരുന്നാ മതിയായിരുന്നു. ഉണങ്ങാനിട്ടിരുന്ന എന്റെ ഷർട്ട് മുണ്ടും എടുത്തിട്ടാണ് നിന്റെ അഭ്യാസം. എന്റെ ഷർട്ട് മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയുമാ മാൻചുവട്ടിൽ, മാൻചുവട്ടിൽ. ഓ മൈ ഡാർലിംഗ്, ഇതെന്റെ ഹൃദയമാണ്, സ്വീകരിച്ചാലും. ഒരാൾക്ക് ഹൃദയം കൊടുത്തതിന്റെ ഫലമല്ലേ നിന്റെ ഈ അവസ്ഥ? പോയി കിടക്കാൻ നോക്ക്. സുകുമാരാ, സുകുമാരാ, എഴുന്നേക്ക് സുകുമാരാ.
സുകുമാര, ഭക്ഷണമൊക്കെ കഴിച്ചോ? ആ വായൊന്ന് പൊളിച്ചേ. ആ വായടയ്ക്ക് സുകുമാര. രാജേന്ദ്ര, ഇതെന്തൊരു ഇറക്കമാ രാജേന്ദ്ര. എഴുന്നേക്ക്, ഡോക്ടർ വന്നത് കണ്ടില്ലേ? സാരമില്ല, ഉറങ്ങിക്കോട്ടെ. രാവിലെ കൊടുത്ത മരുന്നിന്റെ ക്ഷീണമായിരിക്കും. സിസ്റ്റർ, റൂം നമ്പർ 35-ലെ ശ്രീദേവിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് വയലന്റ് ആകാറുണ്ട് ഡോക്ടർ. ആ, എപ്പോഴും ഒരു ശ്രദ്ധ വേണം കേട്ടോ. ഡോക്ടർ ഡോക്ടർ, രണ്ടുപേർ കാണാൻ വന്നിരിക്കുന്നു. അവരെ ഇങ്ങ് വിളിക്കൂ. ശരി. വരൂ വരൂ, എന്താ കാര്യം? നമസ്കാരം ഡോക്ടർ. ഡോക്ടർക്ക് ബുദ്ധിമുട്ടായോ? ഞങ്ങൾ സെന്റ് ഫിലോമിന സ്കൂളിലെ ടീച്ചേഴ്സാണ്. ഞങ്ങളുടെ സ്കൂളിലെ PTA-യുടെ ഒരു മീറ്റിംഗ് അടുത്ത മാസം ആദ്യം നടത്തുന്നുണ്ട്. ഡോക്ടർ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്താൽ നന്നായിരുന്നു. വിട്, എന്നെ വിട്, വിട്, എന്നെ വിട്, വാ, ഇങ്ങി വരൂ. വിട്, എന്നെ വിട്, ഷോ, ഇങ്ങി വരാനല്ലേ പറഞ്ഞത്? വിട്, എനിക്ക് വീട്ടിൽ പോണം. ഇതെന്തൊരു ശല്യമാ കുട്ടി. സിസ്റ്റർ, ആ കുട്ടിക്ക് ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തേക്കൂ. ശരി ഡോക്ടർ. ഇത് നമ്മുടെ ശ്രീദേവി അല്ലേ, 10 സിയിൽ പഠിച്ച കുട്ടി? ശരിയാണല്ലോ. ഈ കുട്ടി എങ്ങനെ ഇവിടെ വന്നു? ഡോക്ടർ, ശ്രീദേവി എങ്ങനെ ഇവിടെ വന്നു? ആ കുട്ടി 10ാം ക്ലാസ് വരെ ഞങ്ങളുടെ സ്കൂളിലാണല്ലോ പഠിച്ചത്. എല്ലാ വിഷയത്തിനും A1 വാങ്ങിച്ച കുട്ടി. എത്ര വലിയ നിലയിലെത്തേണ്ട കുട്ടിയാ. എന്റെ ദൈവമേ, ആ കുട്ടിക്ക് എന്ത് പറ്റി? എന്താ ഡോക്ടർ, എന്താ ശ്രീദേവിക്ക് സംഭവിച്ചത്? ഇന്നത്തെ കുട്ടികൾക്ക് എന്താ പറ്റുന്നതെന്ന് ഒരു ഡോക്ടറായി എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. കുട്ടികൾ വഴിതെറ്റിപ്പോയതിനു ശേഷം ആകുലപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ അധ്യാപകരും മാതാപിതാക്കളും ഒരുപോലെ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പിച്ചവെക്കുന്ന വഴികളിൽ പോലും ചതിക്കുഴികളാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾക്കറിയാവുന്ന കുട്ടിയായതുകൊണ്ട് അവളുടെ കഥ ഞാൻ നിങ്ങളോട് പറയാം. പക്ഷേ വെറുതെ കേട്ടിട്ട് പോയാൽ പോരാ. ഇത് നിങ്ങൾക്ക് ഒരു പാഠമാവണം, ഒരിക്കലും മറക്കാത്ത പാഠം. ഇതെന്തൊരു കഷ്ടമാ. മനുഷ്യ, നിങ്ങൾ വരുന്നുണ്ടോ? ഓ അമ്മേ, അല്പം പതുക്കെ പറ, അച്ഛൻ ഇപ്പോ വരും. ഓ അച്ഛൻ. എടി, ആ മനുഷ്യന് സ്നേഹമില്ലടി. ഉണ്ടെങ്കിൽ ഞാൻ ഇരിപ്പ് എത്ര നേരമായി. അച്ഛൻ ഇപ്പോ വരും. പിന്നെ 1 മണിക്കൂറായി സാരിയും ചുറ്റി നിൽക്കുന്നു. എടി, ഈ മനുഷ്യനാ എന്റെ ശാപം. അമ്മേ, അങ്ങനെ പറയരുത്. എന്റെ അച്ഛൻ നല്ലയാളാ. ഓ, നിന്റെ ഒരച്ഛൻ. എടി, അയാൾ ഉണ്ടാക്കുന്നതിന്റെ 10 ഇരട്ടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അറിയാമോ? പണം സമ്പാദിക്കുന്നതാണോ അമ്മേ വലിയ കാര്യം? അതെ, സംശയം എന്ത്? അതാണ് വലിയ കാര്യം. ഈ ലോകത്ത് ഏറ്റവും വലുത് പണമാ. നീ പഠിച്ച് പണം ഉണ്ടാക്കാൻ നോക്ക്, അല്ലാതെ നിന്റെ അച്ഛനെ പോലെ ആകരുത്. അമ്മേ, എന്താടി, നിനക്ക് തീരെ ബോധിച്ചില്ലെന്ന് തോന്നുന്നു. എന്റെ വിജയമ്മേ, നീ ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. സമയം ഇനി ധാരാളമുണ്ട്. ദേ മനുഷ്യ, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം. എന്റെ ഈശ്വര, ഈ മനുഷ്യനെ തന്നെ എന്റെ തലയിൽ കെട്ടി വെച്ചല്ലോ. അമ്മേ, വെറുതെ വല്ലതും പറയാതെ നിങ്ങൾ പോകാൻ നോക്ക്. ഗുരുവായൂർ എത്തിച്ചേരാൻ അധിക സമയമൊന്നും വേണ്ട. നീ വരുന്നേ വാ മോളെ, കഥക അടച്ചേക്ക്. പിന്നെ വല്ലതും പഠിച്ചോണം, സമയത്ത് വല്ലതും കഴിക്കണം കേട്ടോ. എടി മോളെ, ഫ്രിഡ്ജിൽ എല്ലാം ഉണ്ട്. എന്ത് വേണമെങ്കിലും എടുത്ത് കഴിച്ചോ. പിന്നെ ഫ്രീസറിൽ നിന്റെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഐസ്ക്രീമും ഉണ്ട്. ഇഷ്ടം പോലെ കഴിച്ചോണം കേട്ടോ. ഓക്കെ, അത് ഞാൻ ഏറ്റു. അച്ഛനും അമ്മയും നീങ്ങിക്കോ, എനിക്ക് പഠിക്കുവാൻ ഏറെയുണ്ട്. ഓക്കെ, ശരി എന്നാ. ബൈ അച്ഛാ, സീ യു അമ്മ. ശരി മോളെ, കഥ കടച്ചേര്. ഓ
ഭഗവാനെ, ഒരു ശല്യവുമില്ലാതെ പഠിക്കാമല്ലോ. മറ്റോ ആണോ? അല്ല, അവർക്ക് എന്റെ നമ്പർ അറിയാം. എനിക്ക് അവരുടെ പോട്ടെ. ഇതെന്തൊരു കൂത്താ! മനുഷ്യന് സമാധാനം തരികയെന്നുണ്ടോ? ഇതാരാണെന്ന് അറിയിട്ട് തന്നെ കാര്യം. ഹലോ ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? അത് കൊള്ളാം. എന്റെ ഫോണിൽ പല പ്രാവശ്യം മിസ്ഡ് കോൾ വന്നു, അതുകൊണ്ട് വിളിച്ചതാ. നിങ്ങൾ ആരാണ്? എന്ത് വേണം? അത് ശരി, എല്ലാം കൂടി ഒരുമിച്ച് പറയാൻ പറ്റുമോ? മോളൊന്ന് ക്ഷമിക്കൂ, ഞാൻ പറയാം. എന്നാ പറയൂ, എനിക്ക് പഠിക്കുവാൻ ഏറെയുണ്ട്. ഓഹോ, സ്റ്റുഡൻ്റ് ആണല്ലേ. ഉപദ്രവിച്ചതിൽ ക്ഷമിക്കണം, അറിയാതെ തെറ്റ് വിളിച്ചതാണേ. പിന്നെ ഏതായാലും വിളിച്ചു പോയില്ലേ, ഒന്ന് പരിചയപ്പെടുന്നതിൽ വിരോധമില്ലല്ലോ. ആട്ടെ, കുട്ടി എന്തിനു പഠിക്കുന്നു? അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? സോറി, ആകാംക്ഷ കൊണ്ട് ചോദിച്ചു പോയതാണേ. ഓഹോ, എന്നാൽ കേട്ടോളൂ. ഞാൻ +2 വിദ്യാർത്ഥിനിയാണ്. എനിക്കിപ്പോൾ എക്സാമിനേഷനാണ്. ദയവായി ശല്യം ചെയ്യരുത്. ഓഹോ, +2 വിദ്യാർത്ഥിനിയാണല്ലേ. പഠിച്ചുകൊള്ളൂ പഠിച്ചുകൊള്ളൂ, എനിക്ക് പഠിക്കുന്നവരെ വലിയ ഇഷ്ടമാണ്. നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നത്? അത് ഞാൻ ഇവിടെ മലപ്പുറത്ത് നിന്നും. മോളെവിടുന്നാ? ഞാനിവിടെ കോട്ടയത്ത് നിന്നുമാണ്. ആട്ടെ, നിങ്ങളുടെ പേരെന്താ? എന്റെ പേരോ? എന്റെ പേര് നസീർ എന്നാണ്. അയ്യോ, പ്രേം നസീർ ആണോ? ഏയ് അല്ല, പ്രേമിക്കാൻ അറിയുന്ന നസീറാണേ. അത് ശരി, പ്രേമിക്കാൻ അറിയാം അല്ലേ? പിന്നെന്താ? കൊള്ളാം കൊള്ളാം. അല്ല, ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് മോടെ പേര് കൂടി ഒന്ന് പറഞ്ഞുകൂടെ? ഞാൻ ശ്രീദേവി. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ ഞാനും. അത് കൊള്ളാം, സന്തുഷ്ട കുടുംബം. ഹലോ ഹലോ, എൻ്റെ സുന്ദരി കൊച്ചേ, ഫോട്ടോ കണ്ടോ? എങ്ങനെയുണ്ട്? സുന്ദരനാണ് കേട്ടോ. ഓ താങ്ക്സ്. ഒരു ചെറിയ ആഗ്രഹം എനിക്കുണ്ട്. എന്താ? ഒരു ഫോട്ടോ അയച്ചു തരൂ പ്ലീസ്. അയ്യോ, എന്താ ഇക്ക ഈ പറയുന്നത്? എനിക്ക് പേടിയാകുന്നു. പിന്നെ പിന്നെ ഞാനൊരു ഹിന്ദു കുട്ടിയല്ലേ. ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം, ഓ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആരാണ് നോക്കുന്നത്? നീ വിദ്യാഭ്യാസമുള്ള കൊച്ചല്ലേ, മനുഷ്യരെല്ലാരും ഒന്നല്ലേ മോളെ? എനിക്ക് പേടിയാകുന്നു. എന്തിന്? പേടിക്കുകയൊന്നും വേണ്ട, നിനക്ക് ഞാനുണ്ട്, എനിക്ക് നീയും. ഇക്കായിക്ക് എന്താ ജോലി? നിന്റെ ഇക്കായ്ക്ക് ബിസിനസ്സാ, വലിയ ബിസിനസ്. ഞാൻ വിളിക്കാം. ശരി. ഐ ലവ് യു മൈ ഡാർലിംഗ്. I do, my sweetheart.
എന്റെ മോളെ, നീ വിഷമിക്കേണ്ട. ഞാനില്ലേ നിനക്ക്. ഇനി എന്ത് ചെയ്യും? എന്തു ചെയ്യാനാ? നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യും. പിന്നെ ആരും നിന്നെ പിടിച്ചുകൊണ്ട് പോകില്ലല്ലോ. അത് മതി. ഉടനെ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ഇവിടെ എത്തിയിട്ട് 10-15 ദിവസമായില്ലേ. ഇനി താമസിക്കേണ്ട. വേണ്ട, നീ ഒന്നും പറയണ്ട. എല്ലാം ഞാൻ വേണ്ട പോലെ ചെയ്തു കൊള്ളാം. അത് മതി. എന്റെ ഇക്ക പറഞ്ഞതിനപ്പുറം എനിക്കൊന്നുമില്ല. ആരാ? എടുക്കരുത്. അച്ഛനാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോൺ ഓൺ ആക്കരുതെന്ന്. മോളെ, നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയല്ലേ. നീ പിണങ്ങരുത്. എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. കുളി കഴിഞ്ഞ് വരുമ്പോ മോക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം ഇവിടെ എത്തിച്ചേക്കാം. കഴിച്ചേ പറ്റൂ. ശരി, ഞാൻ കുളിച്ചിട്ട് വരാം. ഹലോ അളിയ, നീ എവിടാടാ? അല്ല, ഇതാരാ? ഉസ്താദോ? ഇപ്പോഴെവിടെ ഉണ്ട്? ഞാനിവിടെ കോഴിക്കോട്ടാ. പാഹയാ, ഞാനും ഇവിടെ ഉണ്ട്. നീ കോഴിക്കോട്ട് എവിടാ? നമ്മുടെ പഴയ താവളത്തിൽ. പിന്നെ ഞാൻ മാത്രമല്ല. പിന്നെ എടാ, കഴിഞ്ഞ 10-15 ദിവസമായി ഒരു +2 മിസ് കോളിൽ ഒപ്പിച്ചതാ. മിസ് കോൾ നിന്റെ സ്ഥിരം നമ്പറല്ലേ? ആ എടാ, കക്ഷിക്ക് അപാര പ്രേമമാ. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. തന്നെയുമല്ല, നാളെ മുതൽ ക്യാമ്പിന് പോണം. വന്നാ പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എടാ, 2-3 ലക്ഷം രൂപയുടെ സ്വർണം ഉണ്ടായിരുന്നു. എല്ലാം സൂക്ഷിച്ചു വെക്കാനാണെന്ന് പറഞ്ഞ് മേടിച്ച് വിറ്റ് തുലച്ചു. പിന്നെ അവളുടെ കയ്യിൽ കുറെ രൂപയുണ്ടായിരുന്നു. അത് ഞാൻ കൈക്കലാക്കി മോനെ. നീ ഭാഗ്യവാനാടാ. സംശയം എന്താ? നീ പെട്ടെന്ന് വരണം. ഞാൻ ഉടനെ പോകും. ആള് ബാത്റൂമിലാ. എടാ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഞാൻ എത്തിയിട്ടേ നീ പോകാവൂ. ഓക്കെ? ഓക്കെ. ഹലോ, ഞാൻ നസീറാടാ. മൊബൈൽ നസീർ. നീ എവിടാടാ? നമുക്ക് പല ഓപ്പറേഷൻസും പെൻഡിങ്ങാ. നീ എന്താ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? നാളെ ക്യാമ്പ് തുടങ്ങുവാ. നീ വരില്ലേ? തീർച്ചയായും വരും. എടാ, ഞാനൊരു വെട്ടിലായിരുന്നു. മച്ചു. അളിയ, എടാ റജി, വെൽക്കം. നീ ഇത്ര പെട്ടെന്ന് എങ്ങനെ എത്തി? എടാ, ഞാൻ അപ്പുറത്തെ ലോഡ്ജിലുണ്ടായിരുന്നു. അത് ശരി. കക്ഷി ബാത്റൂമിലുണ്ട്. പേര് ശ്രീദേവി. അപ്പോൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ. നിന്നിന്റെ ഓപ്പറേഷൻസ് ആരംഭിച്ചു. ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവുകയല്ല. ഞാൻ ഇറങ്ങട്ടെ. ബായ്. ഹലോ ശ്രീദേവി, പേടിക്കേണ്ട. നിങ്ങൾ ആരാ? ഞാൻ നസീറിന്റെ സുഹൃത്താ. അവൻ പറഞ്ഞപ്പോൾ ഇത്ര സുന്ദരിയാണെന്ന് അറിഞ്ഞില്ല. എവിടെയാണ് നസീർക്ക? നസീർക്ക, വിളിച്ചു കൂവേണ്ട മോളെ, അവൻ പോയി. നീ ഇനി അവനെ കാണില്ല. ഇനി കുറച്ചു ദിവസം നമുക്കിവിടെ സന്തോഷത്തോടെ കഴിയാം. അനാവശ്യം പറയാതെ പോകുന്നുണ്ടോ? ഇക്ക, നസീർക്ക. എടി മണ്ടി പെണ്ണെ, നിനക്ക് എന്തറിയാം? അവന് നിന്നോട് പ്രേമവുമില്ല, ഒരു കുന്തവുമില്ല. ഷട്ടപ്പ്, മിണ്ടരുത്. പാവം, എന്തറിയാം? എടി പെണ്ണെ, നസീർ ഞങ്ങളുടെ സംഘത്തിൽ ഒരാളാ. നിങ്ങൾ കള്ളം പറഞ്ഞെന്നെ പറ്റിക്കരുത്. കള്ളമോ? മോളെ, അവൻ നിന്നെ എനിക്ക് തന്നിട്ടാ പോയത്. കുറെ കഴിയുമ്പോൾ ഞാൻ നിന്നെ മറ്റൊരാൾക്ക് നൽകും. ഞങ്ങൾക്ക് എന്ത് കിട്ടിയാലും ഞങ്ങൾ പങ്കുവെക്കും. അതാ ഞങ്ങളുടെ ഒരു രീതി. അങ്ങനെ മനസ്സിന്റെ സമനില തെറ്റിയ നിലയിലാണ്
ശ്രീദേവിയെ അവളുടെ മാതാപിതാക്കൾ ഇവിടെ കൊണ്ടുവന്നത്. കുറ്റബോധം കൊണ്ട് വീർപ്പ് മുട്ടുന്ന ആ കുട്ടി ഇപ്പോൾ ഏതാണ്ട് നോർമലായി വരുന്നുണ്ട്. പ്രായമായ പെൺകുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തിയിട്ട് ക്ലബ്ബ്, പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അമ്മമാർ പോകും. ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള വഴി നാം തന്നെ തുറക്കുകയാണ്. അമ്മമാർ മക്കൾക്ക് കാവലിരിക്കേണ്ട കാലമാണിത്. എനിക്കതേ പറയാനുള്ളൂ. ഡോക്ടർ, ഞങ്ങൾ വന്ന കാര്യമൊക്കെ മറന്നേ പോയി. ഡോക്ടർ തീർച്ചയായും ഞങ്ങളുടെ സ്കൂളിൽ വരണം. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരു നല്ല ക്ലാസ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണം. ഞാൻ പരമാവധി വരാൻ ശ്രമിക്കാം. എന്തെങ്കിലും അസൗകര്യമുണ്ടായാൽ നേരത്തെ തന്നെ അറിയിച്ചേക്കാം. ശരി ഡോക്ടർ, ഞങ്ങൾ ഇറങ്ങുകയാണ്. ശരി, ഓക്കെ. നാടകം ഇവിടെ പൂർണ്ണമാകുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് മിസ്റ്റർ കോളിന്റെ അണിയറ പ്രവർത്തകർക്ക് ഒരു വാക്ക്. നിങ്ങളുടെ മക്കളെ ശാസിച്ചും ശിക്ഷിച്ചും വളർത്തുക. ഒരു കൈകൊണ്ട് തല്ലുമ്പോൾ മറുകൈകൊണ്ട് തലോടാൻ മടിക്കരുത്. മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം ലഭിക്കുന്ന കുട്ടി സ്നേഹത്തിന് വേണ്ടി മറ്റെങ്ങും പോവുകയില്ല. നിങ്ങൾ തന്നെയാവട്ടെ അവർക്കുള്ള ഏറ്റവും നല്ല പാഠപുസ്തകം. സ്നേഹമുള്ള കൂട്ടുകാരോടും ഞങ്ങൾക്കൊന്നു പറയാനുണ്ട്. മക്കളെ, മാതാപിതാക്കളെ അനുസരിക്കുന്നത് അഭിമാനമായി കരുതുക. ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവർ നൽകുന്ന ഉപദേശങ്ങൾ ചെവിക്കൊള്ളാതിരിക്കരുത്. ദുരന്തങ്ങളെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തരുത്. ഓരോ കാൽവെപ്പിലും ശ്രദ്ധാലുക്കളാവുക. ചില ഓർമ്മപ്പെടുത്തലുകൾ ഉള്ളിൽ അവശേഷിപ്പിച്ചുകൊണ്ട് മിസ്റ്റർ കോൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.